സുന്ദരിയായ ഒരു പെൺകുട്ടി ഒരു കമ്പനിയിലേക്ക് വരികയാണ്. അവിടെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി എത്തിയതാണ് ആ പെൺകുട്ടി. എന്നാൽ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർക്ക് ഈ പെൺകുട്ടിയോട് ഒരു ഇഷ്ടം തോന്നുന്നു. അങ്ങനെ ഈ പെൺകുട്ടിക്ക് റിസപ്ഷനിൽ ജോലി കൊടുക്കുകയാണ്. ഈ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന വ്യക്തിയും വളരെ ചെറുപ്പമാണ്. മാത്രമല്ല അയാൾ അല്പം ഹാൻസമാണ്. ഈ പെൺകുട്ടിയോട് അയാൾ കുറച്ചുകൂടി ഫ്രീ ആയി ഇടപെടാൻ തുടങ്ങി. ഇവർ തമ്മിലുള്ള ബന്ധം ഒരു മുതലാളി തൊഴിലാളി ബന്ധത്തിനേക്കാൾ ഉപരി ഒരു സൗഹൃദത്തിലേക്ക് എത്തി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയായ സാഹചര്യത്തിൽ ഓഫീസിലുള്ളവർക്കെല്ലാം ഇവരുടെ ബന്ധത്തിൽ കാര്യമായ സംശയം തോന്നി. കാരണം ഒരു മുതലാളിയും തൊഴിലാളിയും തമ്മിൽ പുറത്തു പോവുക, അവർ കൂടുതൽ അടുത്തിടപഴകുക, അതൊരു നല്ല സൗഹൃദമായി മറ്റുള്ളവർ കണക്കാക്കില്ല. അങ്ങനെയാണെങ്കിൽ പോലും ഈ കമ്പനിയിൽ ഇതൊരു പാട്ടായി മാറുകയായിരുന്നു. തുടർന്ന് ഇവർക്കിടയിലും പ്രണയം നിറഞ്ഞു. ഇവർ ഈ പ്രണയം സ്വന്തം വീടുകളിൽ പറഞ്ഞു. എന്നാൽ രണ്ട് വീട്ടിൽ നിന്നും എതിർപ്പായിരുന്നു ഇവർക്ക് നേരിടേണ്ടി വന്നത്. കാരണങ്ങൾ പലതായിരുന്നു. ഒന്ന്, ആ കമ്പനിയിലെ ഒരു റിസപ്ഷനിസ്റ്റ് മാത്രമാണ് ഈ പെൺകുട്ടി. പയ്യനാവട്ടെ അതിൻ്റെ മുതലാളിയും. മാത്രമല്ല ഈ പയ്യൻ്റെ അച്ഛൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ്. പെൺകുട്ടി സാമ്പത്തികം തീരെ കുറഞ്ഞ വീട്ടിലെയും. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയെ തൻ്റെ മകൻ്റെ വധുവാക്കാൻ അച്ഛൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. പെൺകുട്ടിയുടെ വീട്ടിലും ഈ ഒരു ബന്ധത്തിന് സമ്മതമായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഇവർ ഒളിച്ചോടാൻ തീരുമാനിക്കുകയാണ്. ഹർഷ എന്ന പയ്യൻ്റെയും അനീഷ എന്ന പെൺകുട്ടിയുടെയും കഥയാണ് പറയുന്നത്. ഇവർ രണ്ടുപേരും ഒരു ദിവസം ഒളിച്ചോടി. കമ്പനി മുഴുവനായി പൂട്ടിയതിനു ശേഷമാണ് ഹർഷ അനീഷയെ കൊണ്ട് ഒളിച്ചോടുന്നത്. പിന്നീട് രജിസ്റ്റർ മാരേജ് ചെയ്തതിന് ശേഷമാണ് തിരികെ വരുന്നത്. ഒരു ഫ്ലാറ്റിൽ ഇവർ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തു. എന്നാൽ ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം ഹർഷ എന്ന പയ്യൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം ഈ പയ്യൻ പറഞ്ഞത് എല്ലാവരെയും അമ്പരപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു. താൻ തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തി എന്നാണ് ഇയാൾ പറഞ്ഞത്. എല്ലാവരും ഒരു നിമിഷം അമ്പരന്ന് ഇയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കി, ഇയാൾ എന്താണ് പറയുന്നതെന്ന്. എന്നാൽ പിന്നീടാണ് സംഭവത്തിൻ്റെ നിജസ്ഥിതി പുറത്തു വരുന്നത്. ഇയാൾക്ക് തൻ്റെ ഭാര്യ അനീഷയെ വല്ലാത്ത സംശയമായിരുന്നു. മുൻപ് വിവാഹം ഉറപ്പിച്ചിരുന്ന ഒരു പയ്യനുമായി അനീഷയ്ക്ക് വിവാഹശേഷവും ബന്ധമുണ്ടെന്ന് ആരോ ഇയാളെ ഫോണിൽ വിളിച്ചു പറഞ്ഞു. ഇതിൻ്റെ പേരിൽ ഭാര്യയുമായി വഴക്കുണ്ടാക്കുകയും ആ ദേഷ്യത്തിൽ അറിയാതെ തൻ്റെ കയ്യബദ്ധം കൊണ്ട് ഭാര്യ മരണപ്പെടുകയുമാണ് ചെയ്തത്. എന്നാൽ അനീഷ എന്ന പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് പറയാനുണ്ടായിരുന്നത് മറ്റൊരു കഥയാണ്. തൻ്റെ മകളെ ഹർഷ മാത്രമല്ല കൊന്നതെന്നും ഇയാളുടെ രാഷ്ട്രീയ പ്രവർത്തകനായ അച്ഛനുമുണ്ടെന്നാണ് അവർ പറഞ്ഞത്. കാരണം തൻ്റെ മകളും ഇയാളും തമ്മിൽ നിരന്തരമായി വഴക്കുണ്ടാക്കുമായിരുന്നു. പെൺകുട്ടിക്ക് സാമ്പത്തികമില്ലാത്തത് കൊണ്ട് തന്നെ ഈ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതിനുള്ളൊരു മികച്ച അവസരമായി അയാൾ ഇതിനെ കണ്ടിട്ടുണ്ടാകും. രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്താണ് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതെന്നാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ അറിയിച്ചത്. അതോടൊപ്പം മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം കൂടി ഈ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു. ഇയാൾ കൊന്നത് തൻ്റെ മകളെ മാത്രമല്ല, അവൾ ഗർഭിണിയായിരുന്നു. 2 മാസം ഗർഭിണിയാണെന്ന് ഫോണിൽ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇയാൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് 2 ജീവനാണ്. ഒരുപക്ഷെ ഹർഷന്റെ പണം കൊണ്ടോ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടോ ആയിരിക്കും ഈ കേസ് എവിടെയും എത്താതെ പോവുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അനീഷ ഗർഭിണിയായിരുന്നു എന്നതുപോലും ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല.